നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ദേശീയപാത കൊടകരയിൽ കാറുകൾ കൂട്ടിയിടിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഊർജ്ജ സംരക്ഷണ പദ്ധതിയായ സോളാർ ഡൊമസ്റ്റിക് ലൈറ്റ് വിതരണം ചെയ്തു. പരിയാരം മൂഴിക്കടവിൽ നിന്നും കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. വാർത്തകൾ വിശദമായി. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കാർട്ടൂണിസ്റ്റ് മോഹൻദാസ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, വാർഡ് മെമ്പർ CD സിബി, PTA പ്രസിഡന്റ് അഭിലാഷ്, അൻവർ സാദിഖ്, അജിതകുമാരി, ഹെഡ്മാസ്റ്റർ രാജീവ്, പ്രിൻസിപ്പൽ സുധീർ എന്നിവർ സംസാരിച്ചു. വിവിധ പരിപാടികളിൽ അതിന്റെ പ്രോട്ടോകോൾ വെച്ചൊക്കെ പങ്കെടുക്കുന്നുണ്ടാകും. സിറ്റി മെമ്പർ ഉണ്ട്. നമ്മുടെ വിശിഷ്ട അതിഥികളോട് സംസാരിക്കും. കാർട്ടൂണിസ്റ്റ് മോഹൻദാസ് ഇവിടെ പരിചയപ്പെടുത്തിയില്ലേ? മാഷെ സ്വാഗതം പറഞ്ഞപ്പോ സുധീർ മാഷ് പരിചയപ്പെടുത്തി. അപ്പൊ തീർച്ചയായിട്ടും കാർട്ടൂൺ എങ്ങനെയാണ് നമ്മുടെ വലിയ ഗൗരവമുള്ള ഇവിടെ കാണാൻ കഴിയുന്നത്. അതിലേറ്റവും അഭിമാനകരം എന്ന് പറയുന്നത് എല്ലാ സ്കൂളുകളിലും മികച്ച വിജയം നേടുന്ന സ്കൂളുകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ദൃശ്യമായ വിജയമാണ് കൊടകരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. +2-ന് 45 ഫുൾ A+ഉം ഗേൾസ് സ്കൂളിൽ 9 A+ഉം തൊട്ടപ്പുറത്ത് 24 A+. ദേശീയപാത കൊടകരയിൽ കാറുകൾ കൂട്ടിയിടിച്ചു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കൊടകര ഗാന്ധി നഗറിലാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. പുറകിൽ കൂടി വന്ന കാർ മുൻപിലെ കാറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. 2 കാറുകളിലും ഓരോ യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഊർജ്ജ സംരക്ഷണ പദ്ധതിയായ സോളാർ ഡൊമസ്റ്റിക് ലൈറ്റ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമസഭ വഴി തിരഞ്ഞെടുത്ത 36 SC ജനറൽ ഗുണഭോക്താക്കൾക്കാണ് ലൈറ്റ് നൽകിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MK ശൈലജ, NM പുഷ്പാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ സംസാരിച്ചു. പരമ്പരാഗത ശൈലിയിൽ പാടത്ത് ഞാറ് നട്ട് നെൽകൃഷി പാഠമാക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ്ബിലെ കുട്ടികളാണ് നെൽകൃഷി പഠിക്കുന്നതിനായി ഞാറ് നടാൻ പാടത്തേക്കിറങ്ങിയത്. മണ്ണമ്പേട്ട മേടംകുളങ്ങര പാടശേഖരത്തിൽ പാരിജാതം ഹരിതസേനയുടെയും പാടശേഖര സമിതിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ഞാറ്റുത്സവത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ പാടത്തിറങ്ങിയത്. കുട്ടികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പാടത്ത് ഞാറ് നടാൻ ഇറങ്ങിയത് വേറിട്ട കാഴ്ചയായി. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളായ നിലമൊരുക്കൽ, ഞാറ്റടി തയ്യാറാക്കൽ, ഞാറുനടിൽ എന്നിവ കർഷകരിൽ നിന്നും കർഷക തൊഴിലാളികളിൽ നിന്നും കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കി. കർഷക തൊഴിലാളികൾ പരമ്പരാഗത രീതിയിൽ ഞാറ് നടുന്നതിന് കുട്ടികളെ പരിശീലിപ്പിച്ചു. കൃഷിപ്പാട്ടുകൾക്കൊപ്പം കുട്ടികൾ ഒരു പാടം മുഴുവനും ഞാറ് നട്ടു. അളഗപ്പ് നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ഞാറ്റുത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഭാഗ്യവതി ചന്ദ്രൻ, PK ശേഖരൻ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, കാർഷിക ക്ലബ് കൺവീനർ MB സജീഷ്, അധ്യാപകരായ T അജിത, PB ബിനി എന്നിവർ നേതൃത്വം നൽകി. എന്നെക്കാളും കൂടുതൽ അറിയുന്നവരാണെന്ന് നമ്മൾ ഓർക്കും. അപ്പോൾ തീർച്ചയായിട്ടും നാളുകളിൽ ഇതൊരു നമ്മുടെ സംസ്കാരമായിട്ട് മാറ്റാൻ ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രക്രിയയാണ് നമ്മുടെ സ്കൂളിലെ സജീഷ് മാസ്റ്റർ ഒപ്പമുള്ള അധ്യാപകരടക്കം ചെയ്തേക്കണം. തീർച്ചയായിട്ടും
നേരത്തെ വന്നപ്പോൾ ചേറിലേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇറങ്ങാൻ മര്യാദ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ബൂതിയുള്ള കാരണമാണ് ആദ്യം ഇറങ്ങാൻ തീരുമാനിച്ചത്. അപ്പനൂർ പഞ്ചായത്ത് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മേടങ്ങളും ഇങ്ങനെ പാടശേഖരത്തിലേക്ക് പൂക്കോട് എത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഇത്തരം കൃഷി സ്ഥലങ്ങളിൽ കുട്ടികളെ എത്തിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ചേറിൽ നിന്നാണ് നമുക്ക് ചോറുണ്ടാകുന്നത് എന്ന് കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാനും കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങളും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായ പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ റൂബിൻ ലാലിന് ചാലക്കുടി പൌരാവകാശ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അതിരപ്പിള്ളിയിൽ നാട്ടുകാർ സ്വീകരണം നൽകി. വനം വകുപ്പിന്റെ കള്ളപ്പരാതിയിൽ അതിരപ്പിള്ളി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചാർജ് ചെയ്ത കേസിലാണ് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി റൂബിൻ ലാലിനെ റിമാൻഡ് ചെയ്ത് ഇരിങ്ങാലക്കുട സബ് ജയിലിൽ അടച്ചത്. പിള്ളപ്പാറ ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ MS ശ്രീനി, അടിച്ചിൽത്തൊട്ടി ഊരിലെ ചെല്ലമ്മ, പാർവതി, ആനക്കയം ഊരിലെ ചന്ദ്രൻ മൂപ്പൻ, ജോസ് എന്നിവരും വിവിധ സാമൂഹ്യ പരിസ്ഥിതി സംഘടനാ പ്രതിനിധികളും ഹാരാർപ്പണം നടത്തി. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ച വിശദീകരണ യോഗം K വേണു ഉദ്ഘാടനം ചെയ്തു. CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. PK കിട്ടൻ, അടിച്ചിൽത്തൊട്ടി ഊരുമൂപ്പൻ പെരുമാൾ, വിൽസൺ മേച്ചേരി, KV ഷാജിലാൽ, ജോസ് വർക്കി, M മോഹൻദാസ്, പവിത്രൻ, ജോജോ ജോഷി, സിസ്റ്റർ റോസ് ആൻഡോ, ഷാജു വാവക്കാട് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഭരണകൂടങ്ങൾ ആരോടെങ്കിലും അക്കൗണ്ടബിൾ ആണോ, ആരോടെങ്കിലും അവർക്ക് ഉത്തരവാദിത്വമുണ്ടോ ഭരണകൂട സ്ഥാപനങ്ങൾക്ക്? അതാണ് ആദ്യത്തെ ചോദ്യം. ഈ രാജ്യത്തെ ഒരു നിയമവ്യവസ്ഥയോട് ഭരണഘടനയായി നമ്മൾ പറയുന്നത് IPC, CRPC, അങ്ങനെ പല പീസികളുണ്ട്. ഇതിലേതിനോടെങ്കിലും ഇവർക്ക് ഉത്തരവാദിത്വമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു കോടതി സംവിധാനമുണ്ട്. സ്വഭാവത്തിന് അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. അത് എളുപ്പമുള്ളതാണ്. പോലീസ് എന്ന് പറയുന്ന ഒരു അധികാര സംവിധാനമാണ്. മറ്റുള്ളവരുടെ മുകളിൽ അധികാരം സ്ഥാപിക്കാൻ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള അധികാരമുള്ള ഒരു സംവിധാനമാണ് പോലീസ്. വേലുപ്പാടം സെന്റ് പയസ് 10th UP സ്കൂളിൽ നിർമ്മിച്ച പാചകപ്പുര KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം കലാപ്രിയ സുരേഷ്, വേലുപ്പാടം പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് എന്നിവർ സംസാരിച്ചു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാചകപ്പുര നിർമ്മിച്ചത്. ദേശീയപാത പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ വാഹനം വഴിയാത്രികനെ ഇടിച്ചുതെറിപ്പിച്ചു. പുതുക്കാട് സ്വദേശി തൃക്കൂക്കാരൻ വീട്ടിൽ 65 വയസ്സുള്ള അലക്സിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. പുതുക്കാട് സെന്ററിൽ ചെരുപ്പുകട നടത്തുന്നയാളാണ് അലക്സ്. വീട്ടിൽ നിന്ന് വരുന്നതിനിടെ ദേശീയപാത മുറിച്ചു കടക്കുമ്പോൾ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓംനി വാൻ സിഗ്നൽ തെറ്റിച്ചുവന്ന് അലക്സിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകട ദൃശ്യങ്ങൾ സമീപത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്നയാളെ വാഹനയാത്രികരാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടങ്ങൾ പതിവായ പുതുക്കാട് സെന്ററിൽ വെളിച്ചമില്ലാത്തത് വഴിയാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് ഹർജികൾ പരിഗണിച്ചു. വിദേശത്ത് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് കാലതാമസം നേരിടുന്നുവെന്ന കയ്പമംഗലം സ്വദേശിയുടെ ഹർജി പരിഗണിച്ച കമ്മീഷൻ 1 മാസത്തിനകം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കമ്മീഷന് റിപ്പോർട്ട് ചെയ്യണമെന്ന് കേരള മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. സിറ്റിംഗിൽ പരിഗണിച്ച 4 കേസുകളിൽ ഒരെണ്ണം തീർപ്പാക്കി. പരിയാരം മൂഴിക്കടവിൽ നിന്നും കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. പരിയാരം പാറയ്ക്ക ഷൈജുവിന്റെ ഭാര്യ 50 വയസ്സുള്ള സുജാതയുടെ മൃതദേഹമാണ് അന്നമനട പാലത്തിനു സമീപത്തു നിന്നും കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ പ്രദേശവാസികളാണ് പാലത്തിന് സമീപത്തായി മൃതദേഹം തങ്ങി നിൽക്കുന്നതായി കണ്ടത്. ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മാളയിൽ നിന്നുള്ള അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ മൃതദേഹം കരക്കെത്തിച്ചു. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6585 രൂപ, പവന് 52,680 രൂപ.
സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ദേശീയപാത കൊടകരയിൽ കാറുകൾ കൂട്ടിയിടിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഊർജ്ജ സംരക്ഷണ പദ്ധതിയായ സോളാർ ഡൊമസ്റ്റിക് ലൈറ്റ് വിതരണം ചെയ്തു. പരിയാരം മൂഴിക്കടവിൽ നിന്നും കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.